നമ്മുടെ ചുറ്റുള്ള ആളുകളെല്ലാം പലതരത്തിലുള്ളവരാണ് അല്ലേ. അപ്പോൾ ഇവരോടെല്ലാം നോ പറയുന്നത് ഒരേ രീതിയിലായിരിക്കരുത്, പല രീതിയിലായിരിക്കണം. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. മാനിപ്പുലേഷൻ. ചില ആളുകൾക്ക് വളരെ മാനിപ്പുലേറ്റീവ് പവറായിട്ടുള്ള ആളുകൾ, അതായത് അവരുടെ ആവശ്യം സാധിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി അവസാനം അത് നമ്മളെ കൊണ്ട് സാധിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളാണോ തെറ്റുകാർ. അങ്ങനെ നമ്മളെ അത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ചില ആളുകളുണ്ട്. അവരോട് എങ്ങനെ രൂപ പറയും. ഇപ്പം ഇത്തരക്കാരുടെ ഉദ്ദേശം ഏത് വിധേനയും അവർ പറയുന്ന കാര്യം നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ ഇന്ന് പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവർ പിന്നെ അതിന് ചോടായിട്ട് പിന്നെ പല പല കാര്യങ്ങൾ പറയും. പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ തുടങ്ങും. നീ ആളെ കൊണ്ടുപോയില്ലേ, അല്ലെങ്കിൽ ആളെ പോയില്ലേ, എന്നോട് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന, അങ്ങനെ ആ ഒരു രീതിയിൽ പല രീതിയിൽ അവരതിനെ വളച്ചൊടിച്ച് അവസാനം നമ്മൾ പ്രഷർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് നോ പറയിപ്പിക്കാൻ നോക്കുന്ന ആളുകളാണ് ഈ കാറ്റഗറിയിലുള്ള ആളുകൾ. ഇവരോട് നോ പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയും. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. പിന്നെ അവർ എന്ത് പറഞ്ഞാലും ഈ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക. അവരുടെ ആ ഒരൊറ്റ ആവശ്യപ്പെടൽ സ്ട്രെയിറ്റ് ഫോർവേഡ്, ഒരിക്കലും ഒരു വളച്ചോ തിരിച്ചോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആവട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആലോചിക്കും, അങ്ങനെ ഒന്നും പറയരുത്. ഇത്തരക്കാരോട് നോ പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയാം. ഇനി ഇത്തരക്കാരോട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറഞ്ഞാൽ നോക്കണം, ഇനി നാളെ ഒരിക്കൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ, ഇപ്പോൾ ഇന്ന് അവരെ മാനിപ്പുലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്താൽ പിന്നീട് ഫ്യൂച്ചറിലും ഇത് തന്നെ ആവർത്തിക്കപ്പെടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇവരിൽ നിന്ന് ഇന്നത്തെ സാധിക്കാൻ പറ്റും. അപ്പോൾ ഇവരോട് നോ പറയുന്ന സമയത്ത് അതുപോലെ മാനിപ്പുലേഷൻ ചെയ്യുന്ന വ്യക്തികളോട് നോ പറയുമ്പോൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് നോ.